വീട് വെക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ സൗത്ത് വെസ്റ്റിൽ ഒരു ഓപ്പണിംഗ് പാടില്ല. സമ്പത്തിനെ ക്ഷയിപ്പിക്കും. സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് ചോരും അല്ലെങ്കിൽ സമ്പത്ത് ക്ഷയിക്കും. നമ്മളൊരു വീട് പണി തുടങ്ങുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, നമ്മുടെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വസ്തുവിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് യാതൊരു തരത്തിലുള്ള കുഴിയോ താഴ്വാരങ്ങളോ ഇല്ല എന്നുള്ളതും നമ്മൾ ഉറപ്പിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വസ്തുവിന്റെ വടക്ക് കിഴക്ക് ഭാഗം താന്നു നിൽക്കുകയും വേണം. അവിടെ നമുക്ക് ഒരു ജലസ്രോതസ് ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് വീട് പണിയുമ്പോൾ അവിടെ ഒരു കിച്ചണും ഉണ്ടായിരിക്കണം. അപ്പോൾ വീട് സ്ക്വയറോ റെക്ടാങ്കിളോ ആയിരിക്കണം. സൗത്ത് വെസ്റ്റ് ഉയർന്നിരിക്കണം, നോർത്ത് ഈസ്റ്റ് താന്നിരിക്കണം. അവിടെ നമുക്ക് കിണറോ ബോർവെല്ലോ അല്ലെങ്കിൽ സമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ജലസാന്നിധ്യം നമുക്ക് ഈശാന കോണിലോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ വീട് വെക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ സൗത്ത് വെസ്റ്റിൽ ഒരു ഓപ്പണിംഗ് പാടില്ല. അത് ചില വീടുകളിൽ രണ്ടാമത്തെ നിലയിൽ അവിടെ ഒരു ബാൽക്കണിയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്നൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് പുറകിലോട്ടും. അതൊക്കെ നമ്മുടെ സമ്പത്തിനെ ക്ഷയിപ്പിക്കും. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഞാൻ ഒരു വീടിന്റെ ഒരു 9 കളങ്ങളാക്കി തിരിച്ചുകൊണ്ട് വരച്ചിരിക്കണം. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന പലർക്കും ഒരു ധാരണ ഇതാണ് സൗത്ത് ഈസ്റ്റ് എന്നാണ്. അല്ല, ഇതിന്റെ ഈ മൊത്തം എടുത്താക്കുന്നതിന്റെ 9 ഭാഗം സൗത്ത് ഈസ്റ്റ് ഉണ്ട്. ഇത്രയും ഭാഗം സൗത്ത് ഈസ്റ്റ് ആണ്. ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് ചോരും അല്ലെങ്കിൽ സമ്പത്ത് ക്ഷയിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വെളിയിലാണെങ്കിൽ പറ്റുമെന്ന്. വെളിയിലാണെങ്കിലും ഈ 45 ഡിഗ്രിക്കകത്ത് പുറത്ത് ആ പരിസരത്തും സെപ്റ്റിക് ടാങ്കോ ടോയ്ലറ്റോ വരാൻ പാടില്ല. അപ്പോൾ സൗത്ത് വെസ്റ്റിൽ ഒരു ഓപ്പണിംഗ് ഗ്രൗണ്ടിലോ ഫസ്റ്റ് ഫ്ലോറിലോ പാടില്ല. അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു ടോയ്ലറ്റും പാടില്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത നമുക്കുണ്ട്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തത് നമ്മുടെ ലാൻഡിലേക്ക് കടന്നു വരാനുള്ള എൻട്രൻസ്. ഈസ്റ്റിലാണെങ്കിൽ ഈസ്റ്റ് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലോട്ട് ചെയ്യാം. സൗത്തിലാണെങ്കിൽ സൗത്ത് പകുതിയിൽ നിന്നും തെക്ക് കിഴക്കിലേക്ക് ചെയ്യാം. വെസ്റ്റിലാണെങ്കിൽ വെസ്റ്റ് പകുതിയിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്ക് ചെയ്യാം. നോർത്തിലാണെങ്കിൽ നോർത്ത് പകുതിയിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ വീടൊന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രോസ്പെരിറ്റിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി മറ്റ് പലർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ടാങ്ക് വീടിന്റെ മുകളിൽ എവിടെ വെക്കാം എന്നുള്ളതാണ്. ഒരുപാട് വീടുകളിൽ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചൺ വന്നിരിക്കുന്നത്. അവിടെ ചിമ്മിനിയുണ്ട്. ആ ചിമ്മിനിയുടെ മുകളിൽ വാട്ടർ ടാങ്ക് വയ്ക്കുന്നുണ്ട്. അത് തെറ്റാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് വെയിറ്റ് കയറാൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വെച്ചിരിക്കുന്നവർ അതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. അപ്പൊ അഗ്നികോണിൽ വെള്ളം വരും. അടുക്കളയുടെ സ്ഥാനം കറക്റ്റ് ആണ്, പക്ഷെ ഈ വരുന്ന വാട്ടർ ടാങ്കിന്റെ സ്ഥാനം കറക്റ്റ് അല്ല. അവിടെയും പാടില്ല. വടക്ക് പടിഞ്ഞാറ് അടുക്കള ഉള്ളവരോ അവിടെ കൊണ്ടുപോയി ചിമ്മിനിയുടെ മണ്ടയിൽ വാട്ടർ ടാങ്ക് വയ്ക്കുന്നുണ്ട്. അവിടെയും പാടില്ല. ഇത് വെക്കാവുന്ന സ്ഥലം എന്ന് പറയുന്നത് കന്നിയിലാണ്. അപ്പൊ കന്നിയിൽ വെള്ളമാകാവോ എന്ന് മറ്റൊരു ചോദ്യമുണ്ട്. കന്നിയിൽ ഭൂമിയിൽ വെള്ളം പാടില്ല. വീടിന് മുകളിൽ കന്നിമൂല വെയിറ്റ് കയറി ഉയർന്നിരിക്കാം. അവിടെ വാട്ടർ ടാങ്ക് വയ്ക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ നില പണിയുമ്പോൾ എപ്പോഴും കന്നി ഭാഗത്ത് റൂം എടുത്തിട്ട് മാത്രമേ മറ്റ് യാതൊരു സ്ഥലത്തും റൂം എടുക്കാൻ പാടുള്ളൂ. അതുപോലെ കന്നിയിൽ യാതൊരു കാരണവശാലും വീട്ടിന് പുറത്തോ വീട്ടിനകത്തോ ടോയ്ലറ്റ് വരാൻ പാടില്ല. കന്നിയിൽ സ്റ്റെയർ കേസും പാടില്ല. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് ഫംഗ്ഷയുടെ ചില ടൂളുകൾ നോക്കാം. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ടൂൾസ് ഫംഗ്ഷയുടെ വെക്കണമെന്ന് നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ ഫസ്റ്റിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഉപകാരപ്രദമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ്. എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ട്രാവലിംഗ് ബുദ്ധ വീടിന്റെ പ്രധാന ഡോറിൽ നിന്നും ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെക്കാവുന്നതാണ്. അടുത്തത് വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു 3 ലെഗ്ഡ് ഫ്രോഗിന്റെ സ്റ്റാച്യു വെക്കാം. എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിന്റെ ഒരു തവള വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇതിനെ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അടുത്തത് പേര്, പ്രസിദ്ധി, അംഗീകാരം, വിജയം ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല. അവർക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടുതൽ പ്രയോജനകരമാം വിധം ഇത് വീടിന്റെ സൗത്ത് ഡയറക്ഷനിൽ വെക്കാം. വീടിന്റെ ഉള്ളിലോട്ട് നോക്കിയിരിക്കണം. പുറത്തോട്ട് കുതിര പോകുന്ന രീതിയിൽ വരാനും പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.